ഞാൻ മാഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഒരിക്കൽ വായിച്ചിരുന്നു. അപ്പോൾ അതിനകത്ത് മാഡം പറഞ്ഞത് ഒരു പരിധി കഴിഞ്ഞപ്പോൾ മൈത്രേയൻ കുടുംബം പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അപ്പോൾ അതിലെനിക്ക് ഭയങ്കരമായ ഹൃദയവേദനയും മനപ്രയാസവും ഉണ്ടായി എന്നാണ് മാഡം പറഞ്ഞത്. അപ്പോൾ തീരുമാനിച്ചത് മൈത്രേയനാണ്. അപ്പോൾ വ്യവസ്ഥാപിത കുടുംബവും നിങ്ങൾ ജീവിച്ചു എന്ന് പറയുന്ന സിംഗിൾ ഇൻവെർട്ടർ കോമയ്ക്കകത്തുള്ള കുടുംബവും തമ്മിൽ എന്താ വ്യത്യാസം? ഒന്നത്. രണ്ടാമതൊരു ക്വസ്റ്റ്യൻ, വിവാഹം എന്ന് പറയുന്നത് സ്ത്രീയെ മാത്രമാണോ കെട്ടിയിടുന്നത്? അതിനകത്ത് പുരുഷൻ അതായത് അതുവരെ പാറിപ്പറന്ന് നടന്ന ഒരു പുരുഷൻ അല്ലെങ്കിൽ സ്ത്രീ ആരായാലും അദ്ദേഹത്തിന് ഒരു കെട്ടുപാടും വരുന്നില്ല എന്നോ അദ്ദേഹം ഒരു ഭീകര രാക്ഷസനായി നിൽക്കുകയും സ്ത്രീ മാത്രം ഒരു മാടപ്രാവായി മാറുകയും ചെയ്യുന്നു എന്നാണ് കരുതുന്നത്. ശരിക്കും ഈ രണ്ട് ചോദ്യത്തിനും ഒരു ഉത്തരം ആണ് പ്രസക്തമായിട്ടുള്ളത്. ഈ ഒന്ന് വ്യത്യാസം എന്താണെന്നുള്ളത്, രണ്ട് സ്ത്രീ മാത്രമാണോ എന്നുള്ളത്. ഇത് രണ്ടിനും ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വ്യവസ്ഥ അടിച്ചേൽപ്പിക്കുകയാണിത്. പക്ഷെ ഞങ്ങളുടെ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് നമ്മുടെ മുകളിൽ ഒരു ആചാരങ്ങളും, സാധാരണ കല്യാണം ബന്ധുക്കൾ തമ്മിലാണ്, അപ്പം എല്ലാ സാമൂഹ്യമായ ആചാരങ്ങളും ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാവുകയാണ്. നമുക്കങ്ങനെ ഒരു കാര്യമേ ഇല്ല. നമ്മളിനി വിഷമമാണെങ്കിലും സന്തോഷമാണെങ്കിലും എല്ലാം ഞങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിൻ്റെ മുകളിൽ ഒരു വീട്ടുകാരും ഒരു നാട്ടുകാർക്കും ഒരു റോളും ഉണ്ടായില്ല. അതൊരു വലിയ വ്യത്യാസം തന്നെയാണ്. വ്യത്യാസം എന്നല്ലാതെ എളുപ്പമല്ല. അതാണ് എപ്പോഴും എളുപ്പമല്ലാത്ത കാര്യം. സമൂഹമാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എപ്പോഴും. അത് തന്നെയാണ് പുരുഷന്മാർ അനുഭവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അനുഭവിക്കുന്നുണ്ട്. എന്നാലും എന്തുകൊണ്ടാണ് പുരുഷന്മാർ ഇതിൽ കിടക്കുന്നത്? പുരുഷന്മാർക്ക് എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയാൻ പറ്റാത്ത കൂടുതൽ സ്ത്രീകൾ എന്തുകൊണ്ടാണ് പറയുന്നത്? പ്രിവിലേജാണ്. ഈ സിസ്റ്റത്തിൻ്റെ പ്രിവിലേജ്, എല്ലാ വിഷമങ്ങളും പുരുഷന്മാർക്കും ഉള്ളപ്പോഴും പ്രിവിലേജ്ഡ് ഉണ്ട്. അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ പ്രിവിലേജ്, ഇപ്പോൾ ഞാൻ ഒരു ഡോക്ടറായിരിക്കുന്നതിൻ്റെ പ്രിവിലേജ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ ജോലിക്ക് വരുന്ന സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. ജോലിക്ക് വരുന്ന സ്ത്രീക്ക് ദിവസം 500 രൂപ കൊടുത്ത് എനിക്ക് കിട്ടുമെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നല്ല. ആ പ്രിവിലേജ് ഞാൻ എടുക്കും. അല്ല, ആരെങ്കിലും പറയാതെ ഞാൻ 1000 രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് ഞാൻ വിചാരിക്കില്ല. ഞാൻ പ്രിവിലേജ്ഡാണതിൽ. അതുപോലെ തന്നെയാണ് പുരുഷന്മാർക്ക് ഈ സിസ്റ്റത്തിനകത്ത് പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രിവിലേജാണുള്ളത്. ഇത് രണ്ടും കൂടെ തൂക്കി നോക്കിയിട്ടാണ് പെണ്ണുങ്ങളും. എന്തുകൊണ്ടാണ് പെണ്ണുങ്ങൾ ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നത്? കുറച്ച് പേര് ഇപ്പോൾ ഉയർന്ന ക്ലാസ്സിലുള്ളവരോ ഒക്കെ അല്ലെ കാസ്റ്റിലുള്ളവരോ അവരും വിചാരിക്കുന്നു ഇതിനകത്ത് എന്തോ ഉണ്ട് എന്ന് വിചാരിക്കുന്നു. കുറച്ച് പേർക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും എല്ലാ മനുഷ്യരും ഇത് രണ്ടും തൂക്കി നോക്കിയിട്ട് തന്നെയാണ് നമുക്ക് എന്താണ് ഗുണം എന്ന് തൂക്കി നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. അപ്പോൾ ഇതിൽ പുരുഷന് കൂടുതൽ പ്രിവിലേജ് ഉള്ളതുകൊണ്ട് പുരുഷന്മാർ ഒരിക്കലും ഇത് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ ഈ സിസ്റ്റം തന്നെ പോകട്ടെ എന്നാണ് പുരുഷന്മാർ വിചാരിക്കുന്നത്. സ്ത്രീകൾ കുറച്ചു പേരെങ്കിലും കുറച്ചും കൂടി അവർക്ക് ഇത്രയും പ്രിവിലേജ് ഇല്ലാത്തത് കൊണ്ടും അവർ കൂടുതൽ പുറത്താക്കപ്പെടുന്നത് കൊണ്ടും ഒക്കെ അവർ കുറച്ചും കൂടി ഇതിന് സിസ്റ്റത്തിനെതിരായിട്ട് വരുന്നു. അതേ ഉള്ളൂ വ്യത്യാസം. പുരുഷന്മാർ മൈത്രേയൻ അങ്ങനെ തിരിച്ചറിഞ്ഞ ആളല്ലേ. ഇപ്പോൾ പുരുഷന്മാർ മൈത്രേയൻ എന്തുകൊണ്ടാണ് ഒരു സാധാരണ വിവാഹത്തിലേക്ക് പോകാതിരുന്നത്? അത് പുരുഷന്മാർ തന്നെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്, തിരിച്ചറിയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ കൂടുതലും പ്രിവിലേജ് ഉള്ളത് കൊണ്ടാണ് പുരുഷന്മാരത് ഒക്കെ അങ്ങനെ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് വിചാരിക്കും. പ്രിവിലേജ് ഉള്ള എല്ലാ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ്. അതെ, അതുകൊണ്ട് ഒരു സെക്കൻഡ്, അത് ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ. ഞാനൊരു പത്രസമ്മേളനം ഈ തിരുവനന്തപുരത്താണ് നടത്തിയത്. ജയശ്രീയെ പിരിഞ്ഞു പോകുന്നുവെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. 2 പത്രക്കുറിപ്പാണ് ഇറക്കിയത്. ഒന്ന് പ്രായമായ ഇപ്പം ഇരിക്കുന്ന ഈ അധികാരത്തിലിരിക്കുന്ന മുഴുവൻ പേരും പ്രായമായ ആൾക്കാർ പിരിയണം, അവർക്ക് മോഡലായി ഞാൻ പിരിയുകയാണ് പൊതുപ്രവർത്തനത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോട്ടാണ് ഒന്ന്. രണ്ടാമത്തെ നോട്ട് ഞാൻ എഴുതിയത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടാണ് ഈ ലോകത്തിനെ നമ്മൾ കാണുകയും അവർക്ക് വേണ്ടിയാണ് ഈ ലോകത്തിനെ മുഴുവൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈ ഫിലോസഫിയും ഈ ചിന്താപദ്ധതിയും ഞാൻ ഉപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇനിയും തൊട്ട് സ്ത്രീകളെ പരിഹരിച്ച് ജീവിക്കുകയും മരം നട്ടെന്ന് ജീവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് 12 വർഷം പോയ ഒരാളാണ്. 12 വർഷം ഇവിടെ ഈ കേരളത്തിൽ ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. മരം നടാൻ തന്നെ പോയത്. ഈ 2 കുറിപ്പേ ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ആൾക്കാർ ഇന്നിപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന പോലെ ഇരുന്ന് ചോദിച്ചപ്പോൾ അപ്പോൾ ഈ കുടുംബം എന്ത് ചെയ്ത്? ഞാൻ പറഞ്ഞ കുടുംബത്തിൻ്റെ ഫങ്ഷൻ തീർന്ന് കുട്ടി വളർന്ന് തന്നെത്താൻ ജീവിക്കാൻ തുടങ്ങി. അതുകൊണ്ട് കുടുംബം ഇനി അത് അങ്ങനെ തുടരുന്നില്ല. ഈ പറഞ്ഞ വരി ആകെ മനസ്സിലാക്കിയതും അന്നത്തെ പത്രക്കാരൻ മനസ്സിലാക്കിയത് ഞാൻ ജയശ്രീ ഉപേക്ഷിച്ചു എന്നാണ്. എന്നിട്ട് അത് പത്രത്തിനകത്ത് അടിച്ചു വന്നു. അങ്ങനെയാണ് അടിച്ചു വന്നത്. ഞാൻ ഈ പറഞ്ഞ മറ്റു രണ്ട് സാധനം അവരടിച്ചില്ല. ജയശ്രീ എനിക്ക് എഴുതി ചോദിച്ച്, ജയശ്രീ അന്ന് ആന്ധ്രയിൽ താമസിക്കുകയാണ്. അവിടെ പോയി ജോലി ചെയ്യുന്നത് കൊണ്ടാണോ ഞാനിങ്ങനെ തീരുമാനമെടുത്തത്? കാരണം കുടുംബം പിരിച്ചു വിട്ട് ജയശ്രീ ഉപേക്ഷിച്ചെന്നാണ് ഈ പത്രത്തിൽ നിന്ന് ജയശ്രീ വായിച്ചത്. ഞാനിത് ചെയ്തിട്ടില്ല.
ഞാനിത് കഴിഞ്ഞ് 2 ആഴ്ച ഇവിടെ ഇരുന്ന് ഞാൻ എടുത്ത തീരുമാനത്തിന് പ്രകാരം എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ 2 ആഴ്ചയും കൂടെ ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് ഇരുന്നിട്ട് ഒരാൾ പോലും വന്നിട്ടില്ല. എന്നിട്ട് ഞാൻ നേരെ പോയത് ജയശ്രീയുടെ അടുത്തോട്ടാ. ഈ പിരിച്ചു വിട്ട ആൾ ജയശ്രീയുടെ അടുത്ത് എങ്ങനെ പോവും? അവിടുന്ന് ഞാൻ എൻ്റെ വേഷം മാറി. ഇന്നിപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ തരത്തിലുള്ള കോലം ഇല്ലായിരുന്നു. പണ്ട് ഭയങ്കര താടിയും കണ്ടാലൊരു എടുപ്പ് കുതിര പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. സാമൂഹ്യ പ്രവർത്തകൻ്റെ വേഷമുണ്ടല്ലോ, അതൊക്കെ ഇട്ടിരുന്നവരുത്തനാണ്. ഇതെല്ലാം കളഞ്ഞ് ഒരു കംപ്ലീറ്റ് മാറിയാണ് ഞാനും ജയശ്രീയും കൂടെയാണ് തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ജയശ്രീ ഉപേക്ഷിച്ച കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, അത് നാട്ടുകാർക്കെല്ലാം അറിയാം. അപ്പോൾ അതുവഴി ഉണ്ടായി പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അനുഭവം കൊണ്ടാണ് ജയശ്രീ അത് പറഞ്ഞത്. ജയശ്രീക്ക് വിഷമം വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് ഞാൻ പ്രണയിച്ചപ്പോഴാണ്. സത്യമാണ്. അല്ല, അത് ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല, പുരുഷനായിരിക്കുന്നതുകൊണ്ട് തന്നെ പല കാര്യത്തിലും നമ്മൾ അടിച്ചു നിന്നില്ലെങ്കിൽ പ്രയാസം തന്നെയാണ്. മൈത്രേയൻ തന്നെ ഡോമിനേറ്റ് ചെയ്യുന്ന ആളാണ്, ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. ആശയപരം ഇപ്പോൾ അത് ഞാൻ ഐറിസിനോട് വരുമ്പോൾ പറയുകയും ചെയ്തു, മൈത്രേയൻ കൂടുതൽ പറയാൻ സ്പേസ് കൊടുക്കരുത്, എനിക്കും അതുപോലെ സ്പേസ് തരണമെന്ന് പറഞ്ഞതാണ്. അത് വെറുതെ ഒന്നുമല്ല. അത് തന്നെ ഞങ്ങൾ ആദ്യത്തെ ദിവസം കണ്ട ദിവസം മുതൽ നമ്മൾ ഭയങ്കരമായിട്ട് അടിവയ്ക്കുന്ന ആൾക്കാരാണ്. എന്നുവെച്ചാൽ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളൂ. ഇപ്പം നേരത്തെ നാരായണ ഗുരുവിനെ കുറിച്ച് പറഞ്ഞതിലൊക്കെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുള്ള ആളാണ്. പല കാര്യങ്ങളിലും എല്ലാം മൈത്രേയൻ പറയുന്ന അതുപോലെ ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് എൻ്റെതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രമൊന്നുമല്ല, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും ആർഗ്യൂ ചെയ്യുകയും എല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ ജനാധിപത്യപരമായിട്ടല്ല, മൈത്രേയൻ എനിക്ക് സ്പേസ് തന്നില്ലെങ്കിൽ ഞാൻ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് വിഷമം ഉണ്ടാകുന്നെങ്കിൽ അത് പറയും. അങ്ങനെയൊക്കെ തന്നെയാണ്. അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ വളരെ തുല്യമായിട്ടിരുന്ന് പറ്റൂല. അപ്പോൾ അതിൽ മൈത്രേയൻ പറയുന്ന ആർഗ്യുമെൻറ്റ്, മൈത്രേയൻ പറയുന്ന കാര്യം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളത് മൈത്രേയൻ്റെ സിൻസിയറിറ്റിയാണ്. ആ ആശയത്തോടുള്ള സിൻസിയറിറ്റി കൊണ്ടാണ് മൈത്രേയൻ അത് സ്ഥാപിച്ചെടുക്കുക. മൈത്രേയൻ എന്നല്ല, ആരും സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ എൻ്റെ ആർഗ്യുമെൻറ്റ് മുന്നോട്ട് വരുന്നില്ല, എനിക്ക് വിഷമമൊക്കെ ഉണ്ടാകും. അതിനെന്താ, മനുഷ്യർക്ക് വിഷമിച്ചൂടെ? വിഷമിക്കുന്നതുകൊണ്ട് എന്താ പ്രശ്നം? അങ്ങനെ തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലല്ല. എൻ്റെ വീട്ടിനകത്ത് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരു 10-15 പേരെങ്കിലും കാണുമായിരുന്നു. ഇവരെ മുഴുവൻ ജയശ്രീ സംഘടിപ്പിച്ചിട്ടാണ് എല്ലാ ചർച്ചയും നടത്തുന്നത്. അവരെല്ലാവരും കൂടി ജയശ്രീയുടെ കൂടെ നിൽക്കും. അന്നെല്ലാം പരാജയപ്പെടുത്തുന്ന സംശയമൊന്നുമില്ല. എൻ്റെ വീട്ടിലൊക്കെ ജനിച്ചിട്ട് ജനാധിപത്യപരമായി പെരുമാറാനൊന്നും ഒരു കാലത്തും പറ്റത്തില്ല. അത് ഞാൻ എന്നെ വളർത്തിയെടുത്ത അങ്ങനെ അല്ലായിരുന്നു. പക്ഷെ അത് മനസ്സിലാക്കാൻ എനിക്ക് പറ്റുമായിരുന്നു. ഞാൻ ജയശ്രീയും തമ്മിൽ 20 വർഷം ഒന്നിച്ച് ജീവിക്കുന്ന ആ മുഴുവൻ സമയത്തും ജയശ്രീ പറയട്ടെ, ഞാൻ മോശമായി പെരുമാറിയിട്ടുണ്ടെന്നുണ്ട്. ജനാധിപത്യ വിരുദ്ധമായിട്ട് ഈ പറയുന്ന ബഹളം വെച്ച് ഈ തൊണ്ടയൊക്കെ ശബ്ദമൊക്കെ ഉയർന്നു പോവും, കയ്യും കാലും ഒക്കെ എടുത്ത്. ഞാനത് ജയശ്രീയോട് മാത്രമൊന്നും അല്ല, ഈ കാണുന്ന എല്ലാ മനുഷ്യരോടും ചെയ്തു പോകുന്നതാണ്. അത് എന്നെയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കരുത്, അത്രയാണ് എനിക്ക് പറയാനൊക്കെ. ഉണ്ടാക്കിയതിന് ശേഷം ഈ കതിരിൽ വളം വെക്കുന്ന പണിയാണ് ഞാൻ എൻ്റെ കൊണ്ട് ചെയ്തിട്ടുള്ളത്. അത് അത്രയൊക്കെ കഴിയൂ. അത് ഒരു സൈഡാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഇതുപോലുള്ളൊരു വേദിയിൽ ജയശ്രീ ഇതുപോലെ ലൗഡ് സ്പീക്കർ എടുത്തിട്ട് എന്നെ വിമർശിച്ചിട്ടുണ്ട് ഈ ഒന്നിച്ച് ജീവിക്കുമ്പോഴും. അങ്ങനെ ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തുകൊണ്ട് ജയശ്രീ ആ സ്റ്റേജ് വെച്ച് അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. കാരണം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഞാൻ ബഹളം വയ്ക്കുന്നുകൊണ്ടാണെന്ന് തിരിച്ചറിയാനുള്ള വിവരം ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ ഇപ്പോഴും ഒന്നിച്ചിരിക്കാനും ജീവിക്കാനും കഴിയുന്നത്. 2 പേരുള്ള വീടാണ് ഞങ്ങളുടേത്.